അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് നോക്കുന്നത് 4ാം ക്ലാസ്സിലെ അഖീദയിൽ നിന്നുള്ള കൊല്ലപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. 1. തൗഹീദിൻ്റെ വിപരീതമാണ് ബ്രാക്കറ്റിലുണ്ട് ഷിർക്ക്. 2. അള്ളാഹുവിൻ്റെ മുസ്തഹീലായ സിഫത്തുകൾ 20 ആണ്. 3. വിളിക്കൽ എന്നാണ് അർത്ഥം. ഇതിൻ്റെ ദഅവത്ത് എന്നതിൻ്റെ അർത്ഥം വിളിക്കുക എന്നാണ്. 4. നമ്മുടെ നബിക്ക് മാത്രമുള്ളത് എന്താണ്? അതെ, ഷഫാഅത്തുൽ ഉളമ. 5. പുനർജന്മത്തിന് പറയുന്ന പേരാണ് ബഹ്സ്. 6. നരകത്തിലെ മുകളിലുള്ള പാലം, അതിൻ്റെ പേരാണ് സിറാത്ത്. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. 1. ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. ഈ 2 ഉദാഹരണം എഴുതാം. തൊട്ടടുത്ത അടയാളങ്ങളിൽ 1 ഇമാം മഹ്ദി വരൽ, 2 ദജ്ജാൽ പുറപ്പെടൽ, 3 ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തു നിന്നും ഇറങ്ങി വരൽ, 4 ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലുക, 5 യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, 6 ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ, 7 സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുക, 8 അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ, 9 പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ, 10 ഖുർആൻ ഉയർത്തപ്പെടൽ. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ ഏറ്റവും അടുത്ത അടയാളങ്ങളാണ്, തൊട്ടടുത്തുള്ള അടയാളങ്ങളാണ്. ഇതിൽ നിന്ന് 2 മാത്രം എഴുതിയാൽ മതിയാവും. 2 മുർസലുകൾക്ക് ജായിസായ സിഫത്തുകൾ, അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത മനുഷ്യ സഹജമായ കാര്യങ്ങൾ. 3 ഹൗലുൽ കൗസറിൻ്റെ വിശേഷണങ്ങൾ, 2 എഴുതാനാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്. 2 തേനിനേക്കാൾ മധുരമുള്ളതാണ്. 3 കസ്തൂരിയേക്കാൾ വാസനയുള്ളതുമാണ്. 4 അതിലെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തേക്കാൾ അധികരിച്ചതാണ്. 5 അതിൽ നിന്നും കുടിച്ചവർക്ക് ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല. 4 ബിദ്അത്തുൽ ഹസനത്തിൻ്റെ ഉദാഹരണങ്ങൾ. 1 വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത്. 2 തറാവീഹ് 20 റക്അത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത്. ഇതൊക്കെ ബിദ്അത്ത് ഹസനത്താണ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രൂപത്തിൽ കണ്ട 2 സ്ഥലങ്ങൾ. 1 ഹിറാ ഗുഹയിൽ വെച്ചും 2 സിദ്റത്തുൽ മുൻതഹയുടെ അടുത്ത് വെച്ചും. അത് നമ്മുടെ 4ാമത്തെ പാഠത്തിലുണ്ട്. മലക്കുകളിലുള്ള വിശ്വാസം എന്നതിൽ 3ാമത്തെ വരിയിൽ കാണും. 2 സ്വർഗത്തിൻ്റെ വിശാലതയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ഉത്തരം ആകാശവും ഭൂമിയും കൂടിച്ചേർന്നാലുണ്ടാകുന്ന വിസ്തൃതിക്ക് തുല്യമാണ് അതിൻ്റെ വിശാലത. 3ാമത്തെ ചോദ്യം ഖബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കും എന്തിനെക്കുറിച്ചെല്ലാം. അതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. 4 മഹ്ഷർ എന്നാൽ എന്ത്? ഉത്തരം ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള സകല മനുഷ്യരും ഒരുമിച്ച് കൂടപ്പെടുന്ന പ്രവിശാലമായ മൈതാനിയാണ് മഹ്ഷർ. 5 ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉത്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴിതെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ചോദ്യം 1 അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ. അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലുസ്സുന്നത്തി വൽ ജമാഅ. അത് നമുക്ക് 8ാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ 2ാമത്തെ വരി കാണാം കേട്ടോ. 2 ബർസഖ്. എന്താണ് ബർസഖ്? ഉത്തരം മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. ഇത് നമുക്ക് 9ാമത്തെ പാഠത്തിൽ കാണാം.
ഖബറിലെ ജീവിതം എന്ന പാഠത്തിൽ 1-ാമത്തെ വരി. 3 ബിദ്അത്തുൻ ഹസനത്തുൻ. എന്താണ് ബിദ്അത്തുൻ ഹസന? ഉത്തരം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത ഒരു നല്ല കാര്യം പുതുതായി ഉണ്ടാവുകയാണെങ്കിൽ അത് ബിദ്അത്തു ഹസനയാണ്. അത് നമുക്ക് സുന്നത്തും ബിദ്അത്തും എന്നുള്ള പാഠം 8-ാമത്തെ പാഠത്തിൽ 4-ാമത്തെ പാരഗ്രാഫിൽ കാണാം കേട്ടോ. 4 സുന്നത്തിൻ്റെ ഭാഷാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? 1 ചര്യ, 2 മാർഗം, 3 നടപടിക്രമം എന്നൊക്കെയാണ്. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 1 ലാ തഖൂമു സഅതു ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ലാ തഖൂമു സഅതു ഹത്ത ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്. അതിൻ്റെ അർത്ഥം മുകളിലുണ്ട് കേട്ടോ. 10-ാമത്തെ പാഠത്തിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ കാണാം. അല്ലാഹ് എന്ന് ഉച്ചരിക്കുക പോലും ചെയ്യാത്ത ദുർമാർഗികളിലായിരിക്കും അന്ത്യനാൾ നിലനിൽക്കുക. 2 മൻ അഹദസ ഫി അംറിന ഹാദ മാ ലൈസ മിൻഹു ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. മൻ അഹദസ ഫി അംറിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. 3 അൻതഖനല്ലാഹു അല്ലദി ഡാഷ്. അൻതഖനല്ലാഹു അല്ലദി അൻതഖ കുല്ല ഷൈഇൻ. അതിൻ്റെ അർത്ഥം പഠിക്കണം. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ജനങ്ങളെയും സംസാരിപ്പിച്ചതാകുന്നു. അത് 11-ാമത്തെ പാഠത്തിൽ 30-ാമത്തെ പേജിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 4-ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട അഖീദയിലെ പ്രധാന ചോദ്യോത്തരങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.